സഹോദരങ്ങളെ, നാം എത്ര പാപങ്ങളിൽ അകപ്പെട്ടാലും എത്ര തിന്മകളിൽ വീണുപോയാലും ഒരിക്കലും ഇങ്ങനെ തന്നെ മതി എന്റെ ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നല്ല നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അതേസമയം അതിനെ അവസാനിപ്പിച്ചുകൊണ്ട് അതിൽ ഖേദിച്ചുകൊണ്ട് ഇനി ഒരിക്കലും മടങ്ങില്ല എന്നുള്ള ദൃഢമായ നിശ്ചയം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണ് വേണ്ടത്. വീണ്ടും പാപം സംഭവിച്ചു പോയാലോ വീണ്ടും തൗബ ചെയ്തും ഇസ്തിഗ്ഫാർ കൊണ്ടും അല്ലാഹുവിലേക്ക് മടങ്ങണം. വീണ്ടും സംഭവിച്ചു പോയാലോ വീണ്ടും അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഒരു വ്യക്തി പറയുകയുണ്ടായി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഹദുനാ യുദ്നിബ്, ഞങ്ങളിൽ ഒരാൾ പാപം ചെയ്തു, എന്താണ് അവന്റെ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുക്തബു അലൈഹി, അവന്റെ മേൽ അത് രേഖപ്പെടുത്തപ്പെടും, ഒരു പാപം ചെയ്തതായിട്ട് രേഖപ്പെടുത്തപ്പെടും. അപ്പോൾ ആ വ്യക്തി വീണ്ടും ചോദിച്ചു, തുമ്മ യസ്തഗ്ഫിറു മിൻ, പിന്നീട് അവൻ ആ പാപത്തിൽ നിന്ന് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങിയാലോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഗ്ഫറു ലഹു വയുതാബു അലൈഹി, അവൻ ആ പാപം പൊറുക്കപ്പെടും, അവന്റെ പശ്ചാത്താപം സ്വീകരിക്കും. വീണ്ടും അയാൾ ചോദിച്ചു, ഫയഊദു ഫയുദ്നിബ്, അവൻ വീണ്ടും മടങ്ങി വീണ്ടും ആ പാപം ചെയ്താലോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുക്തബു അലൈഹി, വീണ്ടും അവന്റെ മേലെ രേഖപ്പെടുത്തും. വീണ്ടും ആ വ്യക്തി ചോദിച്ചു, സുമ്മ യസ്തഗ്ഫിറു വയതൂബ്, വീണ്ടും അവൻ ഇസ്തിഗ്ഫാർ ചെയ്ത് വീണ്ടും പശ്ചാത്തപിച്ച് മടങ്ങിയാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഗ്ഫറു ലഹു വയുതാബു അലൈഹി, അവന്റെ പാപം പൊറുക്കപ്പെടും, അവന്റെ പശ്ചാത്താപം സ്വീകരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലാ യമല്ലുല്ലാഹ് ഹത്താ തമല്ലു, നിങ്ങൾക്ക് മടുപ്പുണ്ടാകുന്നത് വരെ അല്ലാഹുവിന് മടുപ്പുണ്ടാവുകയില്ല. നിങ്ങൾക്ക് തൗബ ചെയ്യാൻ ഇസ്തിഗ്ഫാർ ചെയ്യാൻ മടുപ്പുണ്ടാകുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അത് പുറത്തു തരാനും മടുപ്പുണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.